നിങ്ങളുടെ രണ്ടുപേരും നമസ്കാരം. സ്നേഹമുള്ള എല്ലാവർക്കും. ഇന്ന് ഏത് കവിതയാണ് രവി? ഇന്ന് നമ്മള് അന്നത്തെ നാടകം എന്ന് പറഞ്ഞൊരു കവിതയാണ്. കവി പട്ടാമ്പിയിലായിരുന്നല്ലോ കുറെ കാലം. പിന്നെ പട്ടാമ്പിയായിട്ട് അദ്ദേഹം വളരെയധികം ഇണങ്ങി ചേർന്നു. അവിടുന്ന് വിട്ടുപിരിയാൻ കഴിയാത്തത്രയും അടുപ്പത്തിലായി. കാരണം അദ്ദേഹം പറഞ്ഞ് എന്നെ കവിയാക്കിയത് പട്ടാമ്പിയാണ്. പട്ടാമ്പിയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താ പറയുന്നത്, ഒന്ന് അവിടുത്തെ പ്രകൃതി ഭംഗി, രണ്ടാമതായിട്ട് അവിടുത്തെ സാഹിത്യ അന്തരീക്ഷം. എല്ലാ അന്നത്തെ പ്രമുഖ കവികളും എല്ലാം അതെ അവിടെ വള്ളത്തോൾ വന്നിരുന്നു, കുമാരസം വന്നിട്ടില്ല, ഉള്ളൂര് വന്നിരുന്നു, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, ചെറുപുള്ളിയിൽ കുഞ്ഞുണ്ണി, എംബീശൻ, KK രാജ, ആരൊക്കെ ഇതൊക്കെ കൊണ്ട് ദിവസം അത് സമ്പന്നമായിരുന്നു. ഓരോ ആഴ്ചയിലും 1-2 സാഹിത്യ യോഗങ്ങൾ ചേരും. അങ്ങനെ കുറുവാന്തുടിയെ കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കുന്ന ഒരു രംഗമാണ് ഇന്ന്. അദ്ദേഹം തന്റെ പഴയ ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടാമ്പി തന്നെ പട്ടാമ്പി പരിസരം, നിളാവ് നദിയുടെ കാമുകൻ എന്നാണ് കവിനെ പറയുക. നിളയുടെ കാമുകൻ. മലയാളത്തിൽ അങ്ങനെ ക്വസ്റ്റ്യൻ പോലും വരാറുള്ളത് നിളയുടെ കാമുകനായ കവി അങ്ങനെയാണ്. അങ്ങനെ നിളാവ് നദി, നിളയെ അദ്ദേഹം നിത്യകന്യകയായി സങ്കല്പിക്കുക കൂടി ചെയ്തു. അവിടെ എവിടെയോ കവിതാ കാമിനി ഇരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനൊരു ആമുഖം കവി തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാനിത് വായിക്കാം. ഭാവന സാമ്രാജ്യം ചമച്ച അന്തമറ്റ കവി മനസ്സ്, അത് ഉദയനക്ഷത്രമായി പ്രഭാപൂരം വിതറി ആകാശം നീലാകാശം, എങ്ങും നിത്യസുരഭിൽ നീലാകാശം, നക്ഷത്രം പറവയായി, നീലമലയിലെ മേഘമായി, പാടുന്ന കടലായി, ഒഴുകുന്ന പുഴയായി, ഒറ്റക്കമ്പി മീട്ടുന്ന കാട്ടുചോലയായി, അങ്ങനെ പോകുന്നത്. വളരെ ചുരുക്കത്തിൽ ഇത് ഇദ്ദേഹത്തിനെ കുറിച്ച് ഓർത്ത് എഴുതുന്ന ഒരു ഭൂതകാലത്തെ കുറിച്ച ഒരു കവിത. മായില്ല എന്നും സ്മൃതിയെങ്കിൽ നിന്നുമാ ബാല്യകാലത്തിന്റെ കാലടിപ്പാടുകൾ. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ഓർക്കുന്ന കാലഘട്ടം ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കുട്ടിക്കാലം, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി ജീവിതകാലം എന്നേ പറയൂ. എല്ലാവരും അത്രയും പറയുന്നു. ഒരു പ്രാരബ്ധമില്ല, ഒക്കെ അച്ഛനമ്മമാര് നോക്കിക്കോളും, അങ്ങനെയുള്ള കാലമല്ലേ. അപ്പൊ കവിയും അതുപോലെ തന്നെ ആ കാലം ഓർമ്മയുണ്ടോ? പക്ഷെ അദ്ദേഹം രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഈ കവിത നമുക്ക് വായിക്കാം. നിങ്ങൾ ആദ്യം വേണ്ടപ്പോ നിങ്ങൾ കവിത നിങ്ങൾ തുടക്കം. താളക്രമം നിങ്ങൾ എന്നെ പാടുമ്പോഴാണ്. ഭൂതകാലത്തിൽ ശവകുടീരത്തിലെ ഊഷ്മളവിർപ്പുണർന്നിടുന്നു പിന്നെയും പാറിപ്പറന്ന വസന്തരാഗങ്ങളെ പാഴൽ നിനക്കുന്ന എന്തിനുദ്യാനമേ. ഞാൻ ചൊല്ലി നോക്കാം. ഭൂതകാലത്തിൻ ശവകുടീരത്തിലെ യൂഷ്മളവീർപ്പുണർന്നിടുന്നു പിന്നെയും പാറിപ്പറന്ന വസന്തരാഗങ്ങളെ പാടിൽ നനയ്ക്കുന്നതെന്തിനുദ്യാനമേ. ഇല്ല, തിരിച്ചു വരില്ലയൊരിക്കലും ഉല്ലസന്മേരമാം വിദ്യാർത്ഥി ജീവിതം. എങ്കിലും താനയവിറക്കുന്നിതൻ നെന്മനം പച്ച പിടിച്ച ദിനങ്ങളെ. ഉന്നിദ്രതയുടെ വാതിൽ തുറന്നിടുമന്നത്തെ സുന്ദര സുപ്രഭാതങ്ങളും പ്രാവിൻ കുറുകലാലോളം തുളുമ്പുമഗ്രീഷ്മാന്തമധ്യാഹ്ന നിശബ്ദതകളും മങ്ങിയ സാന്ധ്യപ്രദീപവുമായിട്ടു മന്ദമണയുന്ന ഹേമന്ത സന്ധ്യയും
താരകാൽ മുദ്രയും കാണിച്ചു രംഗത്തിലാരാൽ വരുവര ശാരദരാത്രിയും ദൂരത്തു നിന്നേ ചിരിച്ചു ചിരിച്ചു താൻ ചാരത്തണയും ഓരോണ ദിനങ്ങളും മൂന്നിലാ പൊയ്കയിൽ മുങ്ങിത്തുടിച്ചു കോൽ തേനൊലി പൂശിയൊരാർദ്രോത്സവങ്ങളും പൊന്നിൻ ചിറകടിച്ചെങ്ങു പറന്നു പോയി സുന്ദര സ്വർഗമിന്നെങ്ങു മറഞ്ഞു പോയി മുറ്റുമാ നിശ്ചല ശാന്ത സമാധിയിൽ മുങ്ങിക്കിടക്കും നിളാപുളിനങ്ങളും പൊങ്ങും കരിമ്പന കൊണ്ടുകൂട പിടിച്ചങ്ങനെ നിൽക്കും പരിസര ഗ്രാമവും. അദ്ദേഹത്തിന്റെ പല കവിതകളിലും നിളാ നദിയും കരിമ്പന കൊണ്ട് കുടപിടിക്കുന്ന മലകള് കരിമ്പന അപ്പനയാണ്. അതുകൊണ്ട് കുടപിടിക്കാൻ എത്ര സാർത്ഥകമാണ് ആ പ്രയോഗം എന്നുള്ളത് നോക്കണോ. പൊങ്ങും കരിമ്പന കൊണ്ട് കുട പിടിച്ചങ്ങനെ നിൽക്കും പരിസര ഗ്രാമവും സൗന്ദര്യ ചിത്രമെടുക്കുവാൻ എന്ന പോൽ തൻ തല താഴ്ത്തിപ്പിടിച്ചൊരു ശൈലവും ചോല തൻ വക്കിലായി പുത്തതേന്മാവും ഒരാലും കുളവും ചെറു ശിവക്ഷേത്രവും നീണ്ടുകിടക്കുന്നൊരൊറ്റ വരമ്പിനാൽ നീളൻ കരവെച്ചു നെയ്തൊരു പാടവും ഉച്ചവെയിലത്തും നീളാ നദി തീരത്തു തുള്ളിക്കളിക്കും ചെറുചെടിക്കൂട്ടവും അന്തിയാവുന്നതോടൊപ്പം അകരെയുള്ള അമ്പലത്തിങ്കൽ മുഴങ്ങുന്ന വാദ്യവും തൈമണിക്കാറ്റിനെ പിന്തുടർന്നന്തി തൻ പൊയ്കയിൽ തങ്ക മൃദൂർമികൾ വീശിയും നീണ്ടിളകിടുന്ന മിന്നൽ കൊടികളാൽ ഇറൻ കരിങ്കാറിഴവേർപെടുത്തിയും ആറ്റിൽ കുളി കഴിഞ്ഞോരോ വഴിക്കുതൻ വീട്ടിലണയും കൃഷകാങ്കനകളും എന്ന് പറഞ്ഞാൽ വീട്ടിൽ തിരിച്ചു പോകുന്ന കർഷകരുടെ പേര് അദ്ദേഹത്തിന് മിക്കവാറും എല്ലാ കവിതകളിലും. അദ്ദേഹം താനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണെന്നും അതിൽ അഭിമാനം കൊള്ളുന്നു എന്നും പറഞ്ഞ കവിയാണ്. പഞ്ചമകോകിലകാകളി ചിന്തുന്ന ശാന്തി തന്നെ കാന്ത നൃത്തരംഗങ്ങളും കേദാര സൗന്ദര്യ ദേവത പോലതിന്മീതെ നിലകൊള്ളുമ കലാശാലയും. പട്ടാമ്പി കോളേജ് സംസ്കൃത കോളേജ് കൊണ്ടുപോടിച്ചു. അതിനെ കുറിച്ച് പറയുന്നത് അതിനെ കുറിച്ചാണ്. ഇല്ലില്ല കാലത്തിനാവില്ല മന്മനോ ഭിത്തിയിൽ കൊത്തിയ ചിത്രങ്ങൾ മായ്ക്കുമാ. കാലത്തിന് നമ്മുടെ മനസ്സിന്ന് ഒരിക്കലും പോവില്ല. ഇങ്ങെങ്ങു പോയി മറിഞ്ഞു തൻ തോഴനിൽ ധന്യത ചേർക്കുമ ഗ്രാമീണ സുന്ദരി ഓമനേ നിൻ വർണ്ണഗേഹത്തിലെത്തുവൻ പ്രേമം കുരുക്കുമീ പൗർണമി നാളിൽ ഞാൻ. തോഴെന്ന് ഉദ്ദേശിച്ചത് കുറുവാന്തുടി ശങ്കരൻ എഴുത്തച്ഛനാണ്. അദ്ദേഹമാണ് കവിയുടെ ആദ്യത്തെ കവിത പ്രസിദ്ധീകരിച്ചത്. അതാണ് ഇവിടെ അതെ. അവരൊക്കെ പട്ടാമ്പി എന്നും ഒത്തുകൂടുന്ന ആളുകളാണ്. ഒന്നു കൈകോർത്തു നമുക്ക് രണ്ടാമതും ചെന്നിരിക്കാമെന്നിളാപുളിനങ്ങളിൽ ചന്ദ്രിക സുന്ദര സ്വപ്നത്തിൽ ആറാടി നിൽക്കും കമുങ്ങിന്നു ഭവനസീമയും. മഞ്ഞിൽ കുതിർന്ന കൃഷകന്റെ തേക്കുപാട്ടെങ്ങു വലയ്ക്കുന്ന യാമിനി വേളയിൽ ഓടിക്കളിച്ചു തളർന്ന കേവഞ്ചിയെത്തീരം പുണർന്നുറങ്ങിടുന്ന രാത്രിയിൽ പാവനമന്നു നീ പാടിയ പാട്ടുകൾ ഗ്രാമീണ കന്യകെ നിന്നുടെ പാട്ടിലലിഞ്ഞു പോകട്ടെ സുന്ദര സ്വപ്ന മനോഹരം ജീവിതം. ഇന്നു ഞാൻ ചേർന്നു
പതഞ്ഞൊഴുകട്ടെ നിൻ സൗന്ദര്യഗീത തരംഗഭംഗങ്ങളിൽ. ഈ രണ്ടു വരികളും ഞാൻ നമ്മൾ പാടി വീണ്ടും. അതെ അതെ അതെ. ഉള്ളൂർ പെൺകുടി എന്നുള്ളത് അതിന്റെ റെപ്പറ്റേഷൻ ആണ്. കവിക്ക് അത്ര ഇഷ്ടപ്പെട്ട വരികൾ. 1938 ഇവിടെ കവിത. അതെ അതെ. ഏതായാലും അടുത്ത ഒരു കവിതയുമായി നന്നായിട്ട്, വളരെ നന്നായിട്ട് തുങ്കപടി. ഇത് ദിവസം ഞാൻ പറയണ്ടല്ലോ വെച്ചിട്ട് പറയാതിരിക്കുന്നു. എപ്പോഴും നമ്മൾ വളരെയധികം ആകർഷകനായി പോകുന്നുണ്ട്.